കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ വചനദീപ്തി പ്രയർ ഗ്രൂപ്പിലൂടെ ആമേൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. നമ്മൾ കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ 3-ാം അധ്യായം 18, 19 വേദഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അതിന്റെ 18-ാം വാക്യം കംപ്ലീറ്റ് നമ്മൾ പറയുവാൻ ഇടയായില്ല. ആ വേദഭാഗം നമുക്ക് അതിവേഗം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാംവിധം കീഴടങ്ങുവേ. ഇവിടെ ദൈവമക്കളെ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു വിശ്വാസിയുടേതായ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. എങ്കിലും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവേ. ഈ ഒരു 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 കീഴടങ്ങുക എന്നുള്ളത് വലിയൊരു ആഴമേറിയ കാര്യമാണ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കീഴടങ്ങേണ്ടത് എങ്ങനെയാണ്? കർത്താവിൽ എന്ന പോലെ കീഴടങ്ങണം. സ്വന്തം ഭർത്താക്കന്മാർക്ക്, അന്യ പുരുഷന്മാർക്കല്ല. ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആ സ്ത്രീ ഒരു കീഴ്വഴക്കമില്ലാത്ത ആളാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, വേദപുസ്തക അടിസ്ഥാനത്തില് അവനവന്റെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാനേ വേദപുസ്തകം പറയുന്നുള്ളൂ. അല്ലാത്തവരുടെ ഒന്നും മുന്നിൽ പോയി നമ്മള് യാതൊരു വിധത്തിലും ഒന്നും ഒരു വേണ്ടാത്ത കോംപ്രമൈസിന് ഒന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ നമ്മളിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. അത് ദൈവാത്മാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ എന്നവണ്ണം കീഴടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പം കർത്താവിന് എങ്ങനെയാണ് നമ്മൾ കീഴ്പ്പെട്ടു കൊടുക്കുന്നത്? സ്വർഗസ്ഥ പിതാവിനെ നമ്മൾ എങ്ങനെയാണ് മാനിക്കുന്നത്? അതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മൾ കീഴടങ്ങണം. കാരണം എന്താണെന്നറിയാമോ? സ്ത്രീയുടെ തല പുരുഷനും, പുരുഷന്റെ തല ക്രിസ്തുവുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നാം ക്രിസ്തുവിനെ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഇവർക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് ദൈവവചനം നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്. കാരണം സ്ത്രീക്ക് തലയായവൻ ഭർത്താവാണല്ലോ. എഫേസ്യ ലേഖനം ഒന്നെടുത്താട്ടെ, 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വേദഭാഗം പെട്ടെന്നൊരാൾ വായിച്ചാട്ടെ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അതുകൊണ്ടാണ് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് പറയുന്നത്. അങ്ങനെ ഏത് സ്ത്രീയുടെയും തല ആരാണ്? പുരുഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്ന അബ്രഹാമിനെ സാറ യജമാനൻ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. അബ്രഹാമിനെ സാറ ബഹുമാനിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് നമുക്കിവിടെ ഭർത്താക്കന്മാരെ മാനിക്കുക എന്നുള്ളത് ആമേൻ ഒരു ഉത്തമ സ്ത്രീയുടെ ആമേൻ ലക്ഷണമാണ്. ഇന്ന് പകൽക്കാലം സമത്വമുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്, ഒക്കെ ശരിയാണ്. എങ്കിലും വേദപുസ്തക പ്രമാണപ്രകാരം നമ്മൾ അമർത്തുക എന്നുള്ളതല്ല, മറിച്ച് നാം എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയാകുക എന്നുള്ളതല്ല. ആമേൻ ഒരു കുടുംബം പണിയുവാൻ ആമേൻ സാമർഥ്യമുള്ളവളായിരിക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷന് ഒരു കെട്ടിടം പണിയുവാൻ കഴിയും, എന്നാൽ ഒരു ഭവനം പണിയണമെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഒരു ഭവനം പണിയുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് തിരുവചനം ഒന്ന് വായിക്കാം. ഈ എഫേസ്യ ലേഖനം നിങ്ങൾ വായിച്ചാൽ 2-ാം അധ്യായം അതിന്റെ 2 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എല്ലാ ഭാഗങ്ങളിലും അവിടെ ഭാര്യമാർക്കുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്നവരുടെ ആമേൻ അടുത്ത് അവർ ചെയ്യേണ്ടത് എന്താണ്? ആമേൻ ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും എല്ലാം അനുസരിച്ചിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങളെ പാലിക്കുവാൻ അവർ തയ്യാറാകണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. ആമേൻ ഇവിടെ ദൈവാത്മാവിന് വിധേയപ്പെടുന്നത് പോലെ തന്നെ ഭർത്താവിന് ഒരു സ്ത്രീ ആമേൻ വിധേയപ്പെടണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും ഒരു സ്ത്രീക്ക് വേണ്ടിയതായ കടമകളെ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. ആ വേദഭാഗം ഒന്ന് ഓടിച്ചത് പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വേദഭാഗം.
ഭാര്യമാരെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. ഒന്ന് നിർത്തണേ. അവിടെ എന്താണ് അപ്പോസ്തലനായ പത്രോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇന്ന് രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരുള്ള രക്ഷിക്കപ്പെട്ട ഭാര്യമാരുടെ കാര്യങ്ങളാ. അപ്പൊ ഭാര്യമാരുടെ നല്ല നടപ്പ് കണ്ട് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകണം. നമ്മൾ സഭയിൽ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സഭാജനങ്ങളുടെ മുൻപിൽ നന്നായിട്ട് ജീവിച്ചാൽ പോലെ കുടുംബത്തിൽ നന്നായിട്ട് ജീവിക്കണം, വിധേയപ്പെടണം, അവർക്ക് അനുസരണയുള്ളവരായി തീരണം. ഇതാണ് ഇവിടെ ദൈവാത്മാവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. എന്താ ആ വാക്യം നിർത്തി എന്ന് വായിക്കണം. അതിന്റെ അകത്ത് ഒരു സ്ത്രീക്ക് വേണ്ടിയ ഗുണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവളിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതെന്തുണ്ടായിരിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും. നമ്മൾ ഇന്ന് ഒരു പാഷൻ ജീവിതം നയിക്കുന്ന ലോകത്താണ് ആയിരിക്കുന്നത്, അല്ലെ? മോഡേൺ ജീവിതം നയിക്കുന്ന ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ഒരു മോഡേണായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല പരിശുദ്ധാത്മാവിടെ ഉദ്ദേശിക്കുന്നത്. ആമേൻ. അന്നേ കാലത്തെ അന്ന് ഉണ്ടായിരുന്ന സ്ത്രീകൾ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ കാലത്ത് തലമുടി പിന്നുന്നതൊക്കെ ഭയങ്കരമാകുന്ന ഫാഷനിലായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ആഫ്രിക്കൻ സ്ത്രീകളൊക്കെ അവരുടെ തലമുടികൾ പിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 2-3 ആഴ്ച അവര് 5 മണിക്കൂറൊക്കെ എടുത്താണ് അവര് തലമുടി പിന്നുന്നത്. അവര് 2-3 ആഴ്ചത്തേക്ക് പിന്നെ അവരത് അഴിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ വില കൊടുത്താണ് അവരത് അങ്ങനെ പിന്നിച്ച് ഇടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പല ഫാഷനുകളിലേക്ക് അവിടെ തലമുടി കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ അലങ്കാരം, ഹല്ലേലൂയ, നമ്മുടെ സ്വഭാവമായിരിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആമേൻ അനുഗ്രഹമായി മാറുമ്പോൾ നമ്മുടെ പുറമേയുള്ള സൗന്ദര്യമല്ല, നമ്മുടെ അകത്തെ മനുഷ്യന് ഹല്ലേലൂയ ബലപ്പെട്ട് നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറുമ്പോൾ ലോകം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ മുൻപിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, ലോകക്കാരുടെ മുൻപിൽ, സഭക്കാരുടെ മുൻപിൽ നാം മാതൃകയുള്ളവരായി മാറുവാനായിട്ട് ഇടയാകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം മറന്നു പോകരുത്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങിയിരിക്കണം. അപ്പൊ കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങിയിരിക്കുന്നവർ അവരുടെ സ്വഭാവ ഗുണങ്ങൾ ഇவ்விധമായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അവര് പുറമേ ഉള്ള ആമേൻ മോടികൾ മാത്രമല്ല, അവർ പുറമേ ആമേൻ പട്ടുസാരി ഉടുത്തും ആമേൻ പൊന്നണിഞ്ഞും ഒന്നും നടക്കുന്നതിലല്ല. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതിലല്ല, മറിച്ച് എന്താണ്? പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ളതല്ല, പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ ഹല്ലേലൂയ ഉള്ളതല്ല. പിന്നെ എങ്ങനെയാണ്? ഭാര്യമാരുടെ ജീവിത ശൈലിയിൽ അവരുടെ സ്വഭാവമാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ ബാഹ്യമായി ഉള്ളത് നല്ല സ്വഭാവം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? അകത്തുണ്ടായിരിക്കണം, അല്ലെ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒന്നാമതായിട്ട് എന്തുണ്ടായിരിക്കണം? സൗമ്യത ഉണ്ടായിരിക്കണം. ആന്തരികമായുള്ള സൗന്ദര്യം നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് കറുപ്പിന് 7 അഴകുണ്ടെന്ന്, അല്ലെ? അങ്ങനെയെങ്കിൽ ഒരാത്മീയമായി ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ എവിടെ നിന്ന് നോക്കിയാലും കാണുവാനായിട്ട്, അവരുടെ ആത്മീയത കാണുവാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, വെള്ള വസ്ത്രം ധരിക്കുന്നതിലല്ല, എപ്പോഴും സ്തുതിയും സ്തോത്രവും പറഞ്ഞ് അന്യഭാഷ പറയുന്നതിലല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ആമേൻ നമ്മുടെ കർത്താവിന്റെ സ്വഭാവമായിരുന്നു സൗമ്യത. അവൻ സൗമ്യത ധരിച്ചതുപോലെ ഹല്ലേലൂയ, അത് പുരുഷന്മാർക്കും വേണം.
എന്നാൽ ഇവിടെ ഒരു ഉത്തമ സ്ത്രീയിൽ എന്തുണ്ടായിരിക്കണം? സൗമ്യത ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുണ്ടായിരിക്കണം? അവൾക്ക് ശാന്തതയുള്ള ഒരു മനസ്സ്, അല്ലെ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ശാന്തതയുള്ള ഒരു മനസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ തിരമാല ആഞ്ഞടിച്ച് ഒന്നിന് പിറകെ ഒന്നായി ആമേൻ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ശാന്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു മനസ്സ്, അതിനുള്ള ഒരു കഴിവ് ആമേൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, ശാന്തമാനസൻ എന്നിൽ ആശ്രയം വെക്കിയാൽ ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന്. അപ്പോൾ ശാന്തതയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് എന്ത് ചെയ്യും? സമാധാന ഹൃദയം കൊടുക്കും. അപ്പോൾ സാവധാനതയും ശാന്തതയുമുള്ളൊരു ഹൃദയം അവനൊരു ഉത്തമ സ്ത്രീയിൽ അഥവാ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്ന ആമേൻ പ്രത്യേകാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ ഉണ്ടായിരിക്കേണ്ട ഉന്നതമായ സ്വഭാവ ഗുണമാണ്. പിന്നീട് എന്താണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്? പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ആ വാക്യം തുടക്കം തൊട്ട് വായിക്കാട്ടെ. ആ വാക്യം രണ്ടാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. അല്ല, നാലാം വാക്യം തൊട്ട്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അപ്പം സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണം എന്ന, അല്ലെ, ഒരു മനസ്സ്, സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ് എന്ന അനശ്വര അലങ്കാരമായ ഹൃദയത്തിന്റെ ആന്തരിക വ്യക്തിത്വം ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ എന്താണ്? വിലയേറിയതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? വിലപ്പെട്ടതാണ്. ഇനി താഴോട്ട് വായിച്ചാട്ടെ, 6-ാം വാക്യം തൊട്ട് പെട്ടെന്ന് വായിച്ചാട്ടെ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത്. കണ്ടോ? ഒപ്പം വിശുദ്ധ സ്ത്രീകൾ ഹല്ലേലൂയ ഇങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം. ഹല്ലേലൂയ. നമ്മൾ പറയും പണ്ടുള്ള അമ്മച്ചിമാർക്കൊക്കെ നല്ല വിനയമായിരുന്നു. ഇപ്പൊ ഉള്ള പെൺപിള്ളേരൊക്കെ അല്ലെ, എന്തോ ഒരു നമ്മള് ചുമ്മാ പിള്ളേർക്ക് ചാടി തൂങ്ങി നടക്കും. പക്ഷെങ്കിൽ നമ്മളിൽ അച്ചടക്കം അതൊരു സ്ത്രീക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സാറായെ പോലുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുക വേദപുസ്തകത്തിൽ അനേക വനിതാ രത്നങ്ങളുണ്ടല്ലേ. ആമേന്റെ ആ ഭക്ത ശിരോമണികളായിരിക്കുന്നവരുണ്ടല്ലേ. അപ്പൊ അവരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഹല്ലേലൂയ നാം മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള സ്വഭാവത്താൽ ആമേൻ വേദപുസ്തകത്തിലുള്ള ശിരോമണികളായ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. അവിടെ സാറായുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇനി താഴോട്ട് വായിച്ചാട്ടെ. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് ഏതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്ന് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക്. ഒന്ന് നിർത്തണേ. അവിടെ സ്ത്രീകൾ എങ്ങനെയുള്ളവരാണ്? ബലഹീന പാത്രരാ. മറ്റേ പുരുഷന്മാരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ പുരുഷന്മാരോടുള്ള കാര്യം പതുക്കെ പറയാം. അപ്പൊ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ പുരുഷന്മാരോട് ശരിയായില്ല എങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങും. അപ്പം അവര് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സ്ത്രീകൾ ബലഹീന പാത്രരാണ് അല്ലെ. ഞാൻ എപ്പോഴും പറയും ബലഹീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശക്തിയില്ലാത്തവരാ. പല കാര്യങ്ങളിൽ അവർക്ക് ശക്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയുടെ പിളർപ്പുകളിൽ കൂടുണ്ടാക്കുന്നു. പാറ കുഴിച്ച് ആമേൻ അത് വീടുണ്ടാക്കുന്ന അതിന്
ബലഹീനതയാണെങ്കിൽ അതല്ല കുഴിക്കുന്നത്, ആ കുഴികളിലൊക്കെ പോയി താമസിക്കുന്നതാ. ആ പാറ ഹല്ലേലൂയ അതിന് ചൂട് തട്ടാതെ, അതിന് സൂര്യന് മറ്റ് മൃഗങ്ങളിൽ നിന്നും ഒക്കെ അതിനെ രക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഹല്ലേലൂയ ബലഹീനരായിരിക്കുന്ന സ്ത്രീകൾ ഹല്ലേലൂയ അവരുടെ ബലഹീനത ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഒരു ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്. അവർ ക്രിസ്തുവാം പാറയോട് ചേർന്നിരിക്കുവാൻ അവരെ പ്രാപ്തരാക്കണം. അല്ല എങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവരായി മാറും. കുടുംബജീവിതം അവിടെ താറുമാറാകുവാൻ ഹല്ലേലൂയ താളം തെറ്റുവാൻ ഇടയാകും. സ്തോത്രം. അതുകൊണ്ട് സ്ത്രീകൾ ബലഹീനരാണെന്ന് സമ്മതിച്ചു കൊടുക്കണം. ഇന്നത്തെ സ്ത്രീകളൊക്കെ എന്നാ പറയുന്നത്, ഞങ്ങൾ ബലഹീനരൊന്നുമില്ല, ഞങ്ങൾ ആരാണ്? ധൈര്യമുള്ളവരാണ്. ധൈര്യം വേണം, പക്ഷെങ്കിൽ ആണുങ്ങളുമായിട്ടുള്ള അസ്ഥിബലം അല്ലെ. സ്ത്രീകള് കരോട്ട പഠിക്കുന്നവരുണ്ട്, പൈലറ്റുമാരായിട്ടല്ലേ ആകാശത്തിലൂടെ എയറോപ്ലെയിൻ പറപ്പിക്കുന്നവരുണ്ട്, ട്രക്ക് ഓടിക്കുന്നവരുണ്ട്, ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരേ ലെവലിൽ വന്നെത്തിയിട്ടുണ്ട്. എങ്കിലും ദൈവാത്മാവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ചില സ്വഭാവത്തിന്റെ ബലഹീനതയാണ് സ്ത്രീ ബലഹീന പാത്രം എന്ന് പറയുവാൻ കാര്യം. അത് നമ്മൾ ആദ്യമേ വായിച്ചതിന്റെ അകത്തുണ്ട്. ആമേൻ. സൗമ്യതയും ശാന്തതയും ഉള്ള മനസ്സ്, അനശ്വരമായ അലങ്കാരമായ ഹൃദയത്തിന്റെ ആന്തരിക വ്യക്തിത്വം ഹല്ലേലൂയ ആയിരിക്കും. അപ്പോൾ സൗമ്യത ഇല്ലാതെ വരുമ്പോൾ ബലഹീനത കൂടുക. ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോ കോപവും ക്രോധവും ഒക്കെ കൂടും. പിന്നെ പിണക്കവും അസൂയൊക്കെ സ്ത്രീകൾക്കാ കൂടുതല് അല്ലെ, പുരുഷന്മാരെക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇതാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഉദ്ദേശിക്കുന്നത്. ആമേൻ. ബാക്കിയൊന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ, 17 വരെ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഒരു സ്ത്രീ എന്ത് ചെയ്യണം? ഭാര്യ-ഭർത്തൃ ബന്ധത്തെ കുറിച്ചാണ്, ഒരു കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങളാണ് ഈ ഭാഗങ്ങൾ 17-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ അനുഗ്രഹിക്കുന്നവളായി മാറണം, ശപിക്കുന്നവളായിട്ടല്ല. മക്കളിൽ നിന്ന് പ്രയാസമുണ്ടാകും, ഭർത്താവിൽ നിന്ന് പ്രയാസമുണ്ടാകും, അമ്മായിമ്മയിൽ നിന്ന് പ്രയാസമുണ്ടാകും, അമ്മായിപ്പനിൽ നിന്ന് പ്രയാസമുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവരിൽ നിന്നൊക്കെ ഒരു പക്ഷെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരും. അവിടെ ഒക്കെ നമ്മൾ ഹല്ലേലൂയ പിടിച്ചു നിൽക്കുന്നവരായി മാറണം. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തെ നേടാൻ പറ്റും. അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ജീവിതമാണ്, എനിക്ക് മാത്രമേ ഇങ്ങനെ ലഭിച്ചുള്ളൂ, ഇത് ഞാൻ എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ ദൈവമക്കളെ, ശപിക്കുവാനുള്ളതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഒരു ദൈവ പൈതലായിരിക്കെ, ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം ഹല്ലേലൂയ നാം ആ നിലയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ ആമേൻ നാം സേവിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തേണം. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണുമ്പോൾ ആമേൻ. ചിലരുണ്ടല്ലോ ഈ സംസാരം ഭയങ്കര ശാന്തമാണ്, ഹല്ലേലൂയ, പിന്നെ സാവധാനത്തോടെ കാര്യങ്ങൾ പറയത്തുള്ളൂ, എല്ലാരും ഓർക്ക് ഭയങ്കര വിനയമാണ്. ദൈവമക്കളെ, അതല്ല, ഉള്ളിന്റെ ഉള്ളിലെ വിനയമാണ്. ചിലര് ഉറക്കെ പറയും, സ്പീഡിൽ പറയും, ചിലര് എന്തുവാ പെട്ടെന്നായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഉള്ളിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ഹല്ലേലൂയ നാം മറ്റുള്ളവരോട് എന്തുണ്ടാകുന്നവരാകരുത്, ശകാരിക്കുന്നവരാകരുത്. ആമേൻ. അനുകമ്പയുള്ളവരായി, സഹോദര സ്നേഹമുള്ളവരായി, വിനയമുള്ളവരായിട്ടൊക്കെ ജീവിക്കണം. ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഉപദേശമാണെങ്കിൽ പോലും ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കുടുംബത്തിൽ ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയായി ജീവിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് വേണ്ടിയ ആമേൻ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ട് പെട്ടെന്ന്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തുകൊള്ളണം. ഇന്ന് സ്ത്രീകളല്ലേ
പുരുഷന്മാർ 7000 വാക്ക് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ 15,000 വാക്കാ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ ഇങ്ങനെ ചളപള പറഞ്ഞുകൊണ്ടിരിക്കും. അവര് വീട്ടിലൂടെ ആണെങ്കിൽ വർത്താനം പറയാൻ ആരുമില്ലെങ്കിൽ പുരുഷന്മാർ വരുമ്പോ കൂടും. പുരുഷന്മാർ പുറത്തു പോയിട്ട് അവര് പല കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സംസാരം 7000 വാക്കുകൾ തീർത്തിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. പിന്നെ അവർക്ക് മിണ്ടാനും പറയാനും ഒന്നും കാണത്തില്ല. നമ്മൾ പിന്നെ തുടങ്ങും. അങ്ങനെയാണ് വീട്ടിൽ പ്രശ്നങ്ങൾ. ആമേൻ. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാ. എന്നാൽ നമ്മുടെ നാവ് ആ ഉപയോഗിക്കേണ്ട വിധമാണ് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ, എന്ന് വെച്ചാൽ കള്ളത്തരങ്ങൾ പറയരുത്. ഒരു കുടുംബിനിക്ക് പറ്റുന്നതല്ല. ചിലര് പറയും, ഇയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, പല സഹോദരിമാരും പല കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, നാം പല നാൾ കള്ളത്തരം കാണിച്ചാൽ ഒരു നാൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പ്രാവശ്യം പറയേണ്ട സത്യം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 100 കള്ളം പറയേണ്ട കാര്യം വരത്തില്ല. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ അല്പസമയത്തേക്ക് നമുക്ക് പ്രയാസം നേരിട്ടാലും ദൈവം തമ്പുരാൻ നമുക്ക് അതിൻ്റെ അകത്ത് ആമേൻ നീതിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്ന് നമ്മെ സഹായിക്കാൻ ഇടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്നാണ് അവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുകയും ചെയ്യണം. എന്നുവെച്ചാൽ ദോഷങ്ങളൊന്നും ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ആ ലെവലിൽ ഒന്നും ചെയ്യുവാൻ ഇടയാകാതെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടണം. പിന്നെ നന്മ ചെയ്യുന്നതിൽ അത് അടുത്തു പോകരുത്. അതിന്റെ 13ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത്. ഇങ്ങനെ എന്ത് ചെയ്യണം? ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുവിൻ. നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യതയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മറുപടി പറയുന്നവരാ. ചിലര് തർക്കുത്തരം പറയും. ആമേൻ. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും. പറയേണ്ടിടത്ത് ഇതൊക്കെ പറയാവുള്ളൂ കേട്ടോ. സ്തോത്രം. ഇതിലൊക്കെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നീതി നിമിത്തം നമുക്ക് ഇതിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാലും നമുക്ക് കഷ്ടത വരും. അതുകൊണ്ട് അപ്പോസ്തലൻ അതുകൂടെ ഓർമ്മിപ്പിക്കുക. നീതി നിമിത്തം കഷ്ടത സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാ. മറ്റുള്ളവരുടെ ഭീഷണി നിങ്ങൾ കുലുങ്ങിപ്പോകാതെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഹൃദയത്തിൽ ആമേൻ വിശുദ്ധീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രത്യാശയിൽ ഹല്ലേലൂയ ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൂടി ഹല്ലേലൂയ പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരുന്ന് ദൈവഹിതത്തിനായിട്ട് ജീവിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല ജീവിതത്തെ ദുഷിക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല 17ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ കഷ്ടത സഹിക്കണം എന്നത് ദൈവഹിതമാണെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ടും സഹിക്കുന്നത് ഏറ്റവും നല്ലത്. ചിലർ പറയും, അയ്യോ ജനിച്ച നാൾ മുതൽ കഷ്ടതയാണ്, ഇത് ദൈവഹിതമാണെന്നും ഹല്ലേലൂയ ദൈവം അനുവദിച്ചിട്ടാണെന്നും ഈ സത്യം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി അവന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ആകുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ഒരു ഹല്ലേലൂയ ജീവിതം, ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ ഹല്ലേലൂയ ഇവിടെ ആദ്യം കൊടുത്തിട്ട് ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്ന് അപ്പോസ്തലനോട് പറയുകയാണ്. മാത്രമല്ല ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഒരു സ്ത്രീയാണല്ലോ കുടുംബം പണിയുന്നത്. അതുകൊണ്ട് ആ സ്ത്രീ എന്ത് ചെയ്യണം? കുടുംബത്തിന്റെ നാഥയാണ്. അവൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ആയിരിക്കണം. കുടുംബ ജീവിതം ഹല്ലേലൂയ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഒരു ദൈവവചനം പറയുന്ന കീഴ്പ്പെടുത്തുവാനല്ല, കീഴ്പ്പെട്ടിരിക്കും. ഒരു സ്ത്രീയെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ അതിന് കാരണം പറഞ്ഞുതരാം. ഒരു സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പുരുഷന്റെ വാരി എല്ലിൽ നിന്ന്. പിടിച്ചൊടിച്ചാൽ എല്ലൊടിയുവോ? വാരിയല്ല, എവിടെ ഒടിയാൻ അല്ലേ?
ഹല്ലേലൂയ. അവളെ ആർക്കും അങ്ങനെ ഇങ്ങനൊന്നും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല ദൈവമക്കളെ. സ്വഭാവത്തിന്റെ കാര്യം കേട്ടോ. ശരീരം ബലഹീനമെന്ന് പറയുന്നുണ്ട്, എന്നാൽ സ്വഭാവം ബലഹീനമല്ല. ഹല്ലേലൂയ, സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാ, അവളുടെ സ്വഭാവം സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ കീഴ്പ്പെട്ടിരുന്നാൽ നന്നായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആദാമിനെ ആദ്യം സൃഷ്ടിച്ച് പിന്നെ ഹവ്വായെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലംഘനത്തിൽ അകപ്പെടാൻ കാരണമുണ്ട് ഇവര്. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-14 വേദഭാഗം ഒന്ന് വായിച്ചേ. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. കണ്ടോ? ആരാ വഞ്ചിക്കപ്പെട്ടത്? ഹവ്വായ, സ്ത്രീയാ, ആദാമല്ല. ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. കർത്താവിന്റെ ദാസിമാർ തിരിച്ചറിയണം. അവരെ വീഴിക്കുവാൻ എളുപ്പമാ. ഉപായത്താൽ പിശാച് ഹവ്വായെ ചതിച്ചു എന്നാണ് അല്ലെ. അതുപോലെ നിങ്ങളെയും ചതിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ട. ലംഘനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുതേ എന്ന് പറയുന്ന കാര്യത്തിൽ അകപ്പെട്ടത് ആരാണ്? ഇവിടെ ഹവ്വായാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആകയാൽ ഒരു സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആമേൻ എങ്ങനെയാണ്? ദയയിലും കൃപയിലും ഹല്ലേലൂയ മൃദുലതയോടെ, സഹതാപത്തോടെ, സഹനശക്തിയോടെ, സൗമ്യതയോടെ, ലജ്ജാശീലത്തോടെ ആയിരിക്കണം. ഇതൊക്കെ പുരുഷനും വേണമെന്നുണ്ടെങ്കിലും ദൈവം സൃഷ്ടിച്ചത് ഇത് സ്ത്രീകൾക്കാണ് കൂടുതൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ ഹല്ലേലൂയ തിരുവചനത്തിൽ കർത്താവിന് ഉചിതമാവണ്ണം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത്. എന്നാൽ തിരുവചനം പറയുന്നത് എന്തറിയാമോ? കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. അത് വളരെ ശ്രദ്ധേയമാകട്ടെ. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ തിരുവചനത്തിന്റെ വ്യവസ്ഥയിൽ ഇത് കർത്താവ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഹവ്വ ഏദൻ തോട്ടത്തിൽ നിയമലംഘനം ചെയ്തത്, കർത്താവിന്റെ വാക്കിനെ ലംഘിച്ചത് അവിടെ ദൈവഹിതമല്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, ദൈവ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഭർത്താക്കന്മാർ എത്ര നിർബന്ധിച്ചാലും വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോരുത്. ഞാൻ ആ ഒരു കാര്യം എപ്പോഴും ഊന്നി പറയും. കാരണം ദൈവമക്കളെ, പലപ്പോഴും ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടവണ്ണം കീഴ്പ്പെട്ടിരിക്കണം. ചിലർ ഉടായിപ്പും തരികടിയൊക്കെ കാണിക്കും, അതിന് ഭാര്യമാര് കൂട്ടു നിൽക്കും. അത് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത്. ആമേൻ. ഭർത്താക്കന്മാർക്ക് ഹല്ലേലൂയ ഭാര്യ, അതുപോലെ തന്നെ നമ്മള് ഭർത്താക്കന്മാരോട് പറയുന്ന അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ഇന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് നമ്മളുടെ ചിന്താ വിഷയമാണ് എങ്കിൽ പോലും ദൈവാത്മാവ് പറയുന്നത് ഹല്ലേലൂയ നമ്മൾ കളങ്കം വരാത്തവണ്ണം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനത്തിന് യോഗ്യമാവണ്ണം ജീവിപ്പാൻ ഇടയാകണം. അയോഗ്യമായി നടക്കുവാൻ ഇടയാകാതെ, അയോഗ്യമായ സ്ഥാനം തിരിപ്പാൻ ഇടയാകാതെ ഹല്ലേലൂയ ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട്, ദൈവാത്മാവിൽ വിധേയപ്പെട്ടുകൊണ്ട് ആമേൻ വ്യക്തിപരമായി ഹല്ലേലൂയ നാം ദൈവവചനത്തിന് മുൻപാകെ ഹല്ലേലൂയ ആ തീരുമാനമുള്ളവരായി കുടുംബത്തിൽ ആമേൻ മറ്റുള്ളവരുടേതായ സന്തോഷത്തിനും അവരുടെ സമാധാനത്തിനുമായി നാം വിളിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മാത്രമല്ല നമ്മുടെ സന്തോഷം ഏറ്റെടുത്തുകൊണ്ട് ആത്മരക്ഷയും ആത്മീയ വളർച്ചയും വ്യക്തിപരമായ തീരുമാനത്തെയും സമർപ്പണത്തെയും ഹല്ലേലൂയ ജീവിതത്തിൽ ഊട്ടി വളർത്തുന്നവരായി, കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരിലും സമൂഹത്തിലും നാം സാക്ഷ്യമുള്ളവരായി അവരെ വളർത്തിയെടുക്കുന്നവരായി മാറുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്.
വ്യക്തിപരമായി തീരുമാനമുള്ളവരായിരിക്കണം. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. സമർപ്പണ ബോധമുള്ളവരായിരിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹാലലുയ ആമേൻ ഭർത്താക്കന്മാർക്ക് ഹാലലുയ കീഴ്പ്പെട്ട് രണ്ടുപേരും സ്നേഹത്തോടെ ഐക്യതയോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിനെ 18-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ അകത്ത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് നിങ്ങൾ കയ്പ് ആയിരിക്കരുത്. ഇല്ലേ? കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരോട് കയ്പായിരിക്കരുത്. പലപ്പോഴും ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ, അവർ അധികാരികളാണ്, തലയാണ്. അതുകൊണ്ട് കാർന്നോൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സ്ത്രീ ഭാര്യയിൽ നിന്നുണ്ടായാൽ, ഹല്ലേലൂയ, അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടായാൽ കറിക്കൊഴിച്ച് ഉപ്പ് കൂടിയാ മതി, അവിടെ പിന്നെ അന്ന് പ്രശ്നമായി. പ്ലേറ്റ് ഒക്കെ പടിഞ്ഞാറോട്ട് തെക്കോട്ട് കിഴക്കോട്ടൊക്കെ പോകും. വേണ്ടാത്ത പ്രശ്നങ്ങൾ. ഭർത്താക്കന്മാരും എന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവരുടെ ബലഹീനത കണ്ടിട്ട് ആ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ ഇടയാകണം. നമുക്ക് വേഗം ഒരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചാൽ നിന്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് എനിക്ക് പറയുന്ന ലജ്ജയുണ്ട്. പലരും സ്വന്തം ഭാര്യയിൽ സന്തോഷിക്കാതെ അന്യന്റെ ഭാര്യയിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. അയൽവക്കത്തുള്ള സ്ത്രീകളെ നോക്കി അവരുടെ സൗന്ദര്യം ആസ്വദിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി അവരുടെ വസ്ത്രധാരണം നോക്കി നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കുടുംബത്തിൽ തങ്ങളുടെ ഭാര്യമാരെ കമ്പയർ ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസവും ഒരു സഹോദരി എന്നെ വിളിച്ച് വളരെ വേദനയോടെ പല കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണമിടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യൗവനത്തിൽ ഭാര്യയുമായിട്ട് സന്തോഷമുണ്ടാകണമെങ്കിൽ അവളെ സ്നേഹിക്കാൻ പഠിക്കണം. ഇന്ന് ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് ഹല്ലേലൂയ അവളിൽ സന്തോഷിക്കുവാൻ സാധ്യമാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുകയാണ്, ഹല്ലേലൂയ സ്നേഹിക്കണം. അത് യൗവനത്തിൽ സ്നേഹിക്കുമ്പോൾ തന്നെ ആ സ്നേഹം വാർദ്ധക്യം വരെ നിലനിൽക്കുവാൻ ഇടയാകും. യൗവനത്തിൽ സ്നേഹിച്ചാലേ അവരുടെ വാർദ്ധക്യത്തിലും ഹല്ലേലൂയ അവർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതേ അധ്യായം തന്നെ 5-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയി പോകരുത്. ഹല്ലേലൂയ. കണ്ടോ, വല്ലവരും നിന്റെ സ്വന്തം യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിക്കാൻ കഴിയാത്തവർ, ഞാൻ പറഞ്ഞല്ലോ, അന്യ സ്ത്രീകളുടെ പുറകെ പോകുമ്പോൾ സമ്പത്ത് എവിടെ പോകും? അധ്വാന ഫലം എവിടെ പോകും? ഇന്ന് പല കുടുംബങ്ങളിലും കലഹത്തിന്റെ കാരണം ഇതാണ്. പല കുടുംബങ്ങളിൽ സമാധാനം കെട്ടുപോകുന്നതിന്റെ കാരണം ഇതാണ്. ഭാര്യമാർ കീഴ്പ്പെടാത്തതിന്റെ കാര്യം ഇതാണ്. സ്തോത്രം. ദൈവാത്മാവ് പറയുക, ഭാര്യമാരും തിരിച്ചു കാണിക്കുന്നവരുണ്ട് കേട്ടോ. എന്നാൽ ഭാര്യമാർക്ക് വരുമാനം ഇപ്പോഴല്ലേ വരുമാനം എല്ലാവരും ഉള്ളവര്. ജോലിയും കൂലിയും ഒക്കെ ഉള്ളൊരു വിദ്യാസമ്പന്നരായിട്ട് ഉള്ളവര്. എന്നാൽ ജോലി ഉണ്ടായിട്ടും ജോലി ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സ്നേഹിച്ച് ഭർത്താവിനെ സ്നേഹിച്ച് കഞ്ഞിയും കറിയും വെച്ച് അടുക്കളയിൽ തന്നെ ഒതുങ്ങുന്ന എത്രയോ കുടുംബിനികൾ ഇന്നുണ്ട്. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമാണ്. എനിക്കറിയാം, ഭർത്താക്കന്മാരെക്കാൾ വിദ്യാഭ്യാസമുള്ള ഭാര്യമാര് വീട്ടിൽ വെറുതെ ഇരുന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് അലമാരിയിൽ ചതല് പിടിച്ചും ഹല്ലേലൂയ ഇരട്ടവാലൻ കരണ്ടും കളയുന്ന അവസ്ഥകളുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടോ, ഞങ്ങളുടെ ഭർത്താവിന് ഇതിന്റെ പകുതി വിദ്യാഭ്യാസമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടാണ് ഒരു പിടി ചോറുണ്ണുന്നത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആവേണ്ടത് ഭാര്യയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഭാര്യ ഉണ്ടായിട്ടാണ് ചിലർക്ക് മക്കളോടാണ് സ്നേഹം കൂടുതല്. ഞാൻ പറയട്ടെ, ചില ഭാര്യമാർക്ക് മക്കളോട്, ചില ഭർത്താക്കന്മാർക്ക് മക്കളോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറവാണ്. ഞാൻ പറയട്ടെ, ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം വേണ്ടിയതുപോലെ ഇല്ലാത്തത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ഭാര്യയെ കണ്ടിട്ടാ മക്കളെ കാണുന്നത്.
അല്ലെ? ഭർത്താവിനെ കണ്ടിട്ടാ മക്കളെ കാണുന്നത്? എവിടെ നിന്നും ആരെങ്കിലും കൊണ്ടതാണോ? അല്ല. ആമേൻ. അവർ രണ്ടുപേരുടെ സന്തോഷത്തോടെ ചേരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞുങ്ങളല്ല വലുത്. നിന്നെ പപ്പാന്ന് വിളിക്കുവാൻ, ആമേൻ, ഒരു മകളെയോ ഒരു മകനെയോ ജനിപ്പിക്കുവാൻ ഒരു ഭാര്യയെ നിനക്ക് കൂട്ടായി കിട്ടിയതാണ്. ആമേൻ. ദൈവദാസനെ, സഹോദരാ, നിന്റെ ഭാഗ്യം. അതുകൊണ്ട് ആ കുട്ടിയെ പ്രസവിച്ച നിന്റെ ഭാര്യയെ, ആ കുട്ടിയുടെ അമ്മയെ നീ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുൻപിൽ പരിഹസിക്കരുത്. 9 മാസം ഉള്ളത്തിൽ പേറി, ഹാലലൂയ, 9 നാഴികയും 9 വിനാഴികയും ഉള്ളിൽ കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് കഴിക്കാതെയും കുടിക്കാതെയും, ഹാലലൂയ, ആ കുഞ്ഞിനെ പ്രസവിക്കുക മാത്രമല്ല, ദിനരാത്രങ്ങൾ ഉറങ്ങാതെ ആ കുഞ്ഞിനെ, ഹാലലൂയ, ആ പാല് കൊടുത്തും, ആമേൻ, ആശ്വസിപ്പിച്ചു, കരയുമ്പോൾ തലോടിയും, ആമേൻ, ഭക്ഷണം കൊടുത്തും, വീട്ടുജോലികൾ ചെയ്തും, ആമേൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയും, താൻ കുളിച്ചെങ്കിൽ കുളിച്ചു, ഹാലലൂയ, ആഹാരം കഴിച്ചെങ്കിൽ കഴിച്ചു, തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കാതെ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതിന്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വലിയ ഉന്നത നിലയിൽ എത്തിയെന്ന് വരാം, കളക്ടറായെന്ന് വരാം, ഡോക്ടറായെന്ന് വരാം. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ഭാര്യ ചുക്കി ചുളുങ്ങിയ തൊലിയുമായിട്ട് അവിടെ തോലൊക്കെ ആമേൻ, ചുളിഞ്ഞ് അവളുടെ സൗന്ദര്യമൊക്കെ മാറി, അവിടെ കണ്ണൊക്കെ മങ്ങിയേക്കാം, അവിടെ മുടിയൊക്കെ വെളുത്ത്, ആമേൻ, അവളുടെ പണ്ടത്തെ സൗന്ദര്യം, അവളുടെ ശോഭയൊക്കെ പോയേക്കാം. എന്നാൽ നീ അവളെ തള്ളി പറയുന്നത് തെറ്റാണ് എന്ന്, ആമേൻ, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുക. ചില ഹൃദയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം, ആമേൻ, മാറ്റം സംഭവിക്കട്ടെ. പല വേദനയോടെ ആയിരിക്കുന്ന സഹോദരിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ ധനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതല്ല, നിന്റെ മക്കളെ നോക്കുവാനുള്ളതല്ല. നിന്റെ ഭാര്യ നിന്നെ നോക്കി വീട്ടിലിരിക്കുമ്പോൾ, ആമേൻ, ഒന്നെന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ, ആർത്തിയോടെ ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിന് തണുപ്പേകുവാൻ, അവളുടെ ക്ഷേമമൊന്ന് ചോദിക്കുവാൻ, നീ ഭക്ഷണം കഴിച്ചോ, ആമേൻ, നീ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ, അവിടെ തലയിലൊന്ന് തലോടി അവളെ ഒന്ന് ചേർത്ത് നിർത്തി, ആമേൻ, ഒരു മുത്തം കൊടുക്കുവാൻ. പ്രിയ സഹോദര, നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ അധ്വാന ഫലം മറ്റുള്ളവർ തിന്നുമെന്നുള്ളത് യാതൊരു വിധത്തിലും, ഹല്ലേലൂയ, ഞാൻ യാതൊരു സംശയവും കൂടാതെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഈ ക്രിസ്തീയ കുടുംബത്തിൽ ഇതൊന്നും യോഗ്യമല്ല. ക്രിസ്തീയ കുടുംബത്തിൽ വേണ്ടിയ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അങ്ങനെയുള്ള ഒരു ഭർത്താവിന് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ കീഴ്പ്പെട്ടിരിക്കത്തുള്ളൂ. അല്ലാത്തവരെ ഒന്നും ഭാര്യമാര് കീഴ്പ്പെടത്തില്ല. അത് വ്യാമോഹിക്കുകയും വേണ്ട. ഭാര്യയെ, ഭർത്താക്കന്മാരെ അനുസരിക്കണം. ചിലർക്ക് പട്ടാള ചുട്ടിയാ, കമാൻഡറ്, കമാൻഡ് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്, ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോ അങ്ങനെ ചെയ്തോണം. ഞാൻ പറയുന്നത് ഇവിടെ നടപ്പാക്കിക്കോണം. ദൈവമക്കളെ, നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അവളെ സ്നേഹിക്കേണ്ട വണ്ണം സ്നേഹിക്കണം. ആമേൻ. നിന്റെ നന്മകൾ അവളോട് അനുഭവിക്കണം. ഞാൻ എപ്പോഴും പറയും, ആമേൻ, പണ്ടുള്ള അമ്മച്ചിമാർ അടുക്കളയിൽ തന്നെയായിരുന്നു. ഇന്ന് അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല, അല്ലേ? ഇന്ന് എല്ലാ സാധന സാമഗ്രികളും ഉള്ളത് കൊണ്ട് ഭക്ഷണം കുറച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഓവനുണ്ട്, എല്ലാം ഉണ്ട്. ഈ സ്ത്രീകൾക്ക്, ആമേൻ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അവരെ പലപ്പോഴും പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകുവാൻ പിശാചിനിടം കൊടുക്കാതെ, ആമേൻ, വലിയ അവധി ദിവസങ്ങളൊക്കെ അവരുമായിട്ട് സമയങ്ങൾ ചിലവഴിക്കുവാൻ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഒക്കെ പ്രാപ്തരാകണം. അങ്ങനെയുള്ള കുടുംബങ്ങളാണ്, അങ്ങനെയുള്ള ക്രിസ്തീയ കുടുംബങ്ങളാണ്, അല്ല, ക്രിസ്തീയമായിട്ട് എങ്ങനെയാണെങ്കിലും അവരെ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ഇതൊന്നുമില്ലാതെ, ആമേൻ, കഞ്ഞിയും വെച്ചു കറിയും വെച്ചു, ഒരു ദിവസം അവൾക്ക് ഓർമ്മക്കുറവുണ്ടായി, അവൾക്ക് ക്ഷീണമുണ്ട്, ആമേൻ. ഒരു സ്ത്രീക്ക് എന്തെല്ലാം ശാരീരിക അവസ്ഥകളുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ? ആമേൻ. പീരിയഡ്സ് ആയി വയറുവേദനയൊക്കെ എടുത്ത് അവൾ വിഷമിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ഇന്ന് കിടന്നുറങ്ങുമല്ലായിരുന്നോടെ എന്ന് ചോദിച്ചാണ് ചവിട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ക്രിസ്തീയമായുള്ള ആൾക്കാരുടെ കാര്യം കൂടിയാ പറയുന്നത്, വെറും നാമധേയമായിട്ടുള്ളവരുടെ കാര്യമല്ല. അടി കൊടുക്കുന്നവരുണ്ട്. നീ എന്തെടുക്കുമായിരുന്നു ഇവിടെ ഇരുന്നോണ്ട്? ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ? അയ്യോ മക്കളെ, ഞാൻ പറയട്ടെ, ഇതൊക്കെ അറിയാം. അവൾക്ക് തലയൊന്ന് പൊങ്ങണ്ടേ, എഴുന്നേറ്റ് ചെയ്യാന്. അത് നിനക്ക് എന്ത് പറ്റിയെന്നൊന്ന് സ്നേഹത്തോടെ ചോദിക്കുവാൻ ഒരു മനസ്സ് വേണ്ടേ? അതില്ലാതെ അവളെ ഒന്ന് കൈത്താങ്ങൽ കൊടുത്ത്, സാരമില്ലടി, നീ കിടന്നു, ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറയാൻ ആർക്കുണ്ട് മനസ്സ്? കാരണം വന്ന് മൊബൈലും തോണ്ടി ഇന്നിരിക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും ശുഭമാകത്തില്ല, സന്തോഷമാകത്തില്ല. ആമേൻ. ദൈവാത്മാവ് പറയുന്നു, സ്ത്രീക്ക് വേണ്ടിയ സ്നേഹം കിട്ടണം. അങ്ങനെ ഉള്ള കുടുംബത്തിൽ മാത്രമേ ഹല്ലേലൂയ ഭർത്താവിനെ ബഹുമാനിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയം പോകുന്നു. അപ്പൊ ഭർത്താക്കന്മാർക്ക് പ്രധാനമായിട്ടും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഭാര്യമാരെ സ്നേഹിക്കണം എന്നാണ്. സ്നേഹം വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിക്കണേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25, 26 വേദഭാഗം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ആ വാക്യമൊക്കെ പറഞ്ഞാൽ ഇന്ന് 2 മണിക്കൂർ പറഞ്ഞാലും തീരത്തില്ല. ഞാൻ 2 വാക്കിൽ ഒതുക്കി പറയാം. ഒന്ന്, എന്ത് ചെയ്യണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി. ഒരു മനുഷ്യന്റെ ജീവൻ ഇരിക്കുന്നത് എന്തിലാണ്? അവന്റെ രക്തത്തിലാ, അല്ലെ? രക്തം മുഴുവൻ വാർന്നൊഴുകി പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഡെഡ് ബോഡിയായി മാറും. ഹല്ലേലൂയ. തന്റെ കാന്തിയായ സഭയെ താൻ സ്നേഹിച്ചത് അവസാനം തന്റെ ആമേൻ ഹാർട്ടിലുണ്ടായിരുന്ന വിലാപ്പുറത്ത് കുത്തി ഒരു തുള്ളി ബ്ലഡ് ഉണ്ടായിരുന്ന ആ ബ്ലഡും വെള്ളവും കൂടെ ഒഴുക്കി അവസാനത്തെ തുള്ളി രക്തം വരെ ഒരു ഡ്രോപ്പ് പോലും തന്റെ ശരീരത്തിൽ ബ്ലഡിലായിരുന്നു. അങ്ങനെയാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുസഭയെ സ്നേഹിച്ച് നേടിയെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആയിരിക്കണം ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കാൻ. ഇന്ന് എത്ര ഭർത്താക്കന്മാർ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്? കീഴ്പ്പെട്ടോണം, അനുസരിച്ചോണം. കമാൻഡിങ് ഓർഡർ. ഈ കമാൻഡിങ് ഓർഡറിനെ ഹല്ലേലൂയ ആരാണ് ഹല്ലേലൂയ മുഖവിലയായി എടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നീ സഭയെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിച്ച്. ഞാൻ പറയട്ടെ, രക്തമൊന്നും കൊടുക്കണ്ട, ആമേൻ, കിഡ്നി ഒന്നും കൊടുക്കണ്ട, കണ്ണും കൊടുക്കണ്ട, ഹൃദയവും ഹല്ലേലൂയ ആകെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയം. ആദ്യം കർത്താവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. രണ്ടാമത് ആർക്ക് കൊടുക്കണം എന്നറിയാവോ? ആർക്ക് കൊടുക്കണം? കർത്താവ് ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നെന്ന. പിന്നെ അവിടെ അപ്പനും അമ്മയ്ക്കും വല്ല സ്ഥാനം. അപ്പനെയും അമ്മയും ഉപേക്ഷിക്കാനല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വേണ്ടാത്ത കമന്റ്സുകൾ ഇട്ട് വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാൻ വചനമാ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ചില അപ്പനും അമ്മയും ആമേൻ മക്കൾ കല്യാണം കഴിച്ചോണ്ടെന്ന ഭാര്യമാരെ സ്നേഹിക്കാൻ സമ്മതിക്കത്തില്ല. അവർ ഒരുമിച്ച് നടക്കാൻ സമ്മതിക്കത്തില്ല. ആമേൻ ചിലർ ഒരുമിച്ച് കിടക്കാൻ പോലും സമ്മതിക്കത്തില്ല. ചുരുക്കം പറഞ്ഞാല് ഒക്കെ പറയാ. ഈ കൗൺസിലിംഗ് ക്ലാസ് ആയിരുന്നു, ഞാൻ പച്ചയ്ക്ക് എല്ലാം പറഞ്ഞേനെ. ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. അത് അവിടെ ഞാൻ എല്ലാം കൃത്യമായിട്ട് പറയും. അവിടെ നാണിക്കേണ്ട കാര്യമില്ല. അവിടെ ഫാമിലി ആയിട്ടുള്ളവരാ വരുന്നത്. അപ്പൊ ദൈവദാസന്മാരും സെൻട്രൽ പാസ്റ്റർമാരും ആമേൻ ലോക്കൽ പാസ്റ്റർമാരും അതുപോലെ തന്നെ കുടുംബങ്ങളും ഒക്കെയാ, വിശ്വാസ സമൂഹങ്ങളൊക്കെയാ വരുന്നത്. അപ്പൊ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, പെന്തക്കോസ് ഗോളത്തിൽ ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ കുറവാ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കുറവാ. ഇതൊക്കെ ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥയോടെ പറയട്ടെ, സ്തോത്രം, ഭാര്യയോട് പറ്റിച്ചേരണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവളെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കാനും മാതാപിതാക്കളെ ഉപേക്ഷിക്കാനും അല്ല. ഹല്ലേലൂയ. വിവേകപൂർണനായിട്ട് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. രണ്ടാമതായിട്ട് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ ആരേലും ഹല്ലേലൂയ വെറുക്കുന്നുണ്ടോ? സ്വന്തം ശരീരത്തെ ആരേലും അടിച്ചു വേദനിപ്പിക്കുന്നുണ്ടോ? എന്നാ ഇന്ന് കുഴപ്പമൊന്നുമില്ല, എന്റെ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈ വെട്ടിക്കളയുമായതിന്റെ പുരുഷന്മാരെ തലക്കെട്ട് 5-6 അടിയടിക്കുമോ? പുറത്തിട്ട് 5-6 ഇടിയടിക്കുമോ? ഇത് സ്ത്രീകൾക്കിട്ട് ചെയ്താൽ
നിന്റെ ശരീരത്തിനിട്ട് ചെയ്യുന്നത് പോലെയാണെന്ന് ചിന്തിക്കണം. ഇന്ന് ശരീരം ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ തിരിച്ചു ചെയ്യുന്ന ഭാര്യമാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ ശക്തിയുള്ളവരാണ്. ഇന്ന് കരോട്ട പഠിച്ചവര് ആണ്. സ്ത്രീകളുടെ ഇടയ്ക്കലൊന്നും ഹല്ലേലൂയ അത്ര പെട്ടെന്നൊന്നും വിജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ വ്യവസ്ഥയിൽ ജീവിക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കളെ, ഈ പകൽക്കാലം സ്വന്തം ശരീരത്തെ പോലെ ഹല്ലേലൂയ എനിക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ, ഞാനൊരു ചായ വാങ്ങിച്ച് കുടിക്കുമ്പോൾ, എനിക്ക് വിശക്കുമ്പോൾ, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ വാങ്ങിച്ച് കഴിക്കുമ്പോൾ, എന്റെ ഭാര്യ വീട്ടിൽ കഴിച്ചോ? അവള് വീട്ടിലല്ല എല്ലാം ഉണ്ടായി കഴിച്ചോളോന്നല്ല. ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും. ഓ ഇന്ന് ഇപ്പൊ അച്ചാനും ഇല്ല, പിള്ളാരും ഇല്ല, ആരും ഇല്ല. ഓ ഇനി ഇപ്പൊ ഉച്ചയ്ക്ക് ചോറ് വേണ്ട. അവളൊന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥ. അവൾ അരവയറായിട്ട് നടക്കുന്ന അവസ്ഥ. ഉത്തരവാദിത്തം ആർക്കാണ്? ഹല്ലേലൂയ. ഇത് ചോദിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട് ഭർത്താക്കന്മാർക്ക്. കഴിച്ചോ? ഇടയ്ക്കൊന്ന് ഫോണൊക്കെ ചെയ്യണം. ഈ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു കേട്ടോ, വല്ലതും എടുത്ത് കഴിച്ചോണം, വല്ലതും വാങ്ങിച്ചോണ്ട് വരണോ? ഇടയ്ക്കൊക്കെ ഒരു പാഴ്സലൊക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുക്കണേ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണേ. അവർക്കൊരു സന്തോഷം വരട്ടെ. അവരെ മറ്റാരാ കൊണ്ടുപോകാനിരിക്കുന്നത്? അവരെ ആരാ സ്നേഹിക്കാനിരിക്കുന്നത്? മക്കളുടെ കാര്യം നോക്കി. മക്കളെ വളർത്തി ഒരു വിധത്തിൽ അവൻ വെളുപ്പിനെ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ്, ഞാൻ ശുശ്രൂഷയിൽ പോകുന്ന സമയത്ത് ഞാൻ 2 മണിക്ക് എഴുന്നേക്കും. 12 മണിക്കൊക്കെയാ കിടക്കുന്നത്. പുറത്ത് ശുശ്രൂഷയ്ക്ക് പോകും, പാസ്റ്ററോടെ പോകണം, സഭാചാർജ് ഉണ്ട്, പാസ്റ്ററോടെ പോകും. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആമേൻ രാത്രി 12 മണിയൊക്കെ ആവും. കൊച്ചുകട തുണിയൊക്കെ അലക്കി എല്ലാം ഇട്ടിട്ട് കിടന്നുറങ്ങും. ചിലപ്പം ദൂരെ ആയിരിക്കും, തൃശ്ശൂരും അങ്ങ് ട്രിവാൻഡ്രത്തും ഒക്കെ ആയിരിക്കും മീറ്റിംഗ്. അപ്പൊ രാവിലെ ഇറങ്ങണം. 6-ന്റെ ട്രെയിനും ഒക്കെ പോണ്ടി വരും. അപ്പൊ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് ചോറ് വെച്ചെങ്കിൽ മാത്രമേ, അന്നത്തെ കാലത്ത് നമുക്ക് വലിയ വലിയ ഫെസിലിറ്റികൾ ഒന്നുമില്ല, ഇന്നെല്ലാം ഉണ്ട്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അവർക്ക് ടിഫിൻ കൊടുക്കാൻ എല്ലാം റെഡിയാക്കണം, 4 മണിക്കുള്ള ഭക്ഷണം വരെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഇതെല്ലാം മേശയിൽ രാവിലെ 5 മണിയാകുമ്പോ റെഡിയാക്കിയിട്ട് 5:30 വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വൈകിട്ട് 8:30 ആകും. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ മടങ്ങി വരുമ്പോൾ ഡ്രസ്സ് പോലും മാറാതെ നേരെ അടുക്കളയിലേക്ക് കയറും. വീണ്ടും എത്ര നേരം കഴിഞ്ഞാ ഹല്ലേലൂയ എനിക്ക് റെസ്റ്റ് കിട്ടുന്നത്? രാത്രി 12 മണിയോളം കഴിയും. പിന്നീടും വെളുപ്പിനെ ഇതുപോലെ അവൻ രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. 2 മണി 3 മണി എന്നുള്ള സമയം. പിന്നെ വെളുപ്പാങ്കാലെ അവൻ ദൂരെ എങ്ങും പോകുന്നില്ലെങ്കിൽ വെളുപ്പാങ്കാലം നിരന്തരം 4 മണിക്ക് എഴുന്നേൽക്കും. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വലുതായി, കഷ്ടപ്പാട് കുറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നിന്റെ ഭാര്യയെ ചേർത്ത് നിർത്തേണ്ടത്. അവൾ ഇതുവരെ കഷ്ടപ്പെട്ടു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ അടുക്കളയിലാണ്. ഹല്ലേലൂയ. ഞാനും കുഞ്ഞുങ്ങളും വിശ്രമിക്കുമ്പോൾ അവൾ വിശ്രമമില്ലാതെ പണി ചെയ്യുകയാണ്. അവളുടെ അടുക്കളയിലാണ്. ഇതൊക്കെ ഓർക്കുവാൻ ഹല്ലേലൂയ. പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ കുടുംബ സ്വർഗമാകും. നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമുണ്ടോ? അതുപോലെ നിങ്ങളുടെ ഭാര്യമാർക്ക് ക്ഷീണമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് വികാരങ്ങളുണ്ടോ? അത് അവർക്കുമുണ്ട്. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ആമേൻ, അത് അവർക്കുമുണ്ട്. ഇരട്ടിയായിരിക്കാം. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം സ്വന്തം ശരീരത്തെ പോലെ ആമേൻ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ ഇടയാകണം. അങ്ങനെ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങളുടെ പറയാനുണ്ട്. ചിലരും കുറ്റവും കുറവും മാത്രം പറഞ്ഞ് ആമേൻ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി പല കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ പ്രത്യേകമായിട്ടൊരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതാ. എന്നാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. സ്ത്രീകൾ ബലഹീന പാത്രമെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ച്, അവരുടെ വ്യക്തിത്വത്തെ ആദരിച്ച് മുന്നോട്ട് പോകണം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്, സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഒരു കാര്യം കൂടെ ചെയ്യണം, അവർക്ക് ബഹുമാനം കൊടുക്കണം. ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചാൽ അവന് വ്യക്തിത്വത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഒരു ശിശു ആയാൽ അതിന് വ്യക്തിത്വമുണ്ട്, ഒരു സ്ത്രീക്ക് വ്യക്തിത്വമുണ്ട്, ഒരു പുരുഷന് വ്യക്തിത്വമുണ്ട്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും അവനവൻ്റെതായ വ്യക്തിത്വമുണ്ട്.
എല്ലാവരും പറയും ഭർത്താവിനെ ബഹുമാനിക്കണം. നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തി, സ്ത്രീ, അവർക്കും തക്ക ബഹുമാനം കൊടുക്കണമെന്നാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. 2, ബഹുമാനം കൊടുക്കണം. അപ്പോൾ തന്നെ ബലഹീന പാത്രമെന്ന് ചിന്തിച്ച് തലേക്കറുന്ന സ്ത്രീകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണം കേട്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്താൽ അവളെ കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ, ആമേൻ. എനിക്കറിയാം, ഭയങ്കര വഴക്ക് പിടിച്ചിട്ട് ഒരു ഭർത്താവ് പോയിട്ട് ഒരു സഹോദരിയാണ്, അവളുടെ ഭാര്യയ്ക്ക് ഒരു മിച്ചറിന്റെ കവർ വാങ്ങിച്ചു കൊടുത്താൽ മതി, ആ ഭാര്യയ്ക്ക് സന്തോഷമാകും. എത്രയും വഴക്ക് പറഞ്ഞിട്ടായിരിക്കും ഭർത്താവ് ഇറങ്ങിപ്പോകുന്നത്. തിരിച്ചു വരുമ്പോ കോംപ്രമൈസ് ആകാൻ വേണ്ടി ഒരു പാക്കറ്റ് മിച്ചർ വാങ്ങിച്ചുകൊണ്ട് വരും. ഇന്നാടിന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുമ്പോ പുള്ളിക്കാരത്തി അങ്ങ് ചിരിക്കും. പിന്നെ അത്രയും നേരം പറഞ്ഞ ചീത്തകളെല്ലാം പുള്ളിക്കാരത്തി അങ്ങ് മറക്കും. ഇത്രയേ ഉള്ളു സ്ത്രീകള്. സ്തോത്രം. അത് പുരുഷന്മാർ ഈ ട്രിക്ക് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പല കുടുംബങ്ങളിൽ വഴക്കിന് കാരണം ഒന്നുമില്ല, നിസാര കാര്യങ്ങളാണ്. നിസാര കാര്യങ്ങള് അല്പം സ്നേഹം കൊതിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്പസ്നേഹം കൊടുക്കുവാൻ ഈ മനസ്സ് വെക്ക്, അവളെ ഒന്ന് ബഹുമാനിക്ക്. സമൂഹത്തിൽ ചവിട്ടി താഴ്ത്താതെ. എല്ലാവരും വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും സഹോദരിമാർ പറയാൻ വേണ്ട 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 ഞാൻ പറഞ്ഞോളാം, ഒന്നും പറയണ്ട. ചില സഹോദരിമാരങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. അച്ചായ്മ ഉണ്ടായിരിക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന അച്ചായ്മാരുണ്ട് സഹോദരിമാര് വീട്ടിൽ. അതല്ല ഇതുപോൽക്കാൻ ഞാൻ പറയട്ടെ, അച്ചായ്മാര് വലിയ കർണവന്മാരായിട്ടിരിക്കുമ്പോൾ ഈ പാവങ്ങള് ഈ അച്ചായ്മാരെക്കാൾ വിദ്യാഭ്യാസവും യോഗ്യതയും കഴിവും ഒക്കെ ഉള്ളവരായിരിക്കാം, പക്ഷെ ചവിട്ടി താഴ്ത്തും. എനിക്കറിയാം അങ്ങനെ അനേകരെയാണ്. കഴിവും പ്രാപ്തിയുമുള്ളവരെ അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് നന്നായിരിക്കും, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നന്നായിരിക്കും, നിങ്ങളുടെ ആത്മീയ വർധനവിന് നന്നായിരിക്കും, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കും. സ്നേഹത്തോടെ സൗമ്യതയോടെ മുന്നോട്ട് പോയാൽ അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭർത്താക്കന്മാരെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. രണ്ടു വിധ സംസ്കാരങ്ങളിൽ നിന്നും ഒത്തുകൂടിയ ഹല്ലേലൂയ ഒരു ഭാര്യയും ഭർത്താവും. ഹല്ലേലൂയ. രണ്ട് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട്, രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഹല്ലേലൂയ അവരൊന്നായി ചേരുമ്പോൾ ഹല്ലേലൂയ അവരുടെ നടുവിൽ യഹോവയുടെ സാന്നിധ്യം വെളിപ്പെടണം. അതുകൊണ്ടാണ് പറയുന്നത്, വേഗത്തിൽ മുപ്പിരിച്ചരട് അറ്റുപോകത്തില്ല. ഭാര്യയും ഭർത്താവ് പിണഞ്ഞാൽ ഒരു കയറിനെ പോലെ പിണഞ്ഞ 2 പിണി പെട്ടെന്ന് അഴിഞ്ഞു പോകും. 3 പിണിയാണെങ്കിലോ, ഒന്ന് അവരുടെ തലവനായി ദൈവം, പിന്നെ ഭർത്താവ്, പിന്നെ ഭാര്യ. ഇത് 3 കൂടെ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ കുടുംബം നശിച്ചു പോകാൻ ഇടയാകത്തില്ല. കുടുംബ പ്രാർത്ഥനയും ദൈവകൃപയും ഒക്കെ ഏറ്റെടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവമക്കളെ ഹല്ലേലൂയ അവിടെ കുടുംബ സമാധാനം ഉണ്ടാകും. ഈ അപ്പന്മാർക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അമ്മയെക്കാൾ ഉത്തരവാദിത്വം ഹല്ലേലൂയ അപ്പന്മാർക്ക്, ഭർത്താക്കന്മാർക്ക്. മക്കളെ ഹല്ലേലൂയ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ സമാധാനത്തോടെ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ആ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ പറയാം. ഇന്ന് പകൽക്കാലം സമയം മുൻപോട്ട് ഒത്തിരി പോയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ 2 വിധ സംസ്കാരങ്ങളിൽ ജീവിച്ചവർ ഒന്നിച്ചാകുമ്പോൾ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് അന്യോന്യം കീഴ്പ്പെടുവാനും അന്യോന്യം വിധേയപ്പെടുവാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിച്ച് അയോഗ്യമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ദൈവകൃപയോടെ ദൈവത്തെ ആരാധന പുരുഷനാക്കി നമ്മുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് സമർപ്പണ ബോധമുള്ളവരായി അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും ഹല്ലേലൂയ ചെയ്യുന്നവരായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവം അനുവദിച്ചാൽ ഈ കൊലോസ്യ ലേഖന പഠനം നമ്മൾ നിർത്തുന്നില്ല. ബാക്കി തീരുന്നവരെയും ചിന്തിക്കും. പ്രിയപ്പെട്ടവരെയും ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാക്ഷ്യ കൂടാരത്തിന്റെ പ്രോഗ്രാമും കൂടി ഉള്ളത് കൊണ്ട്, ആ പ്രോഗ്രാമുകൾ കൂടി ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്രമമായിട്ട് ഇത് കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ പഠിക്കുന്നവരാ, ഞാൻ ഓരോ വാക്യങ്ങളും ഇടുന്നത് അത് ഒന്നിന്റെ അടിയിൽ താഴെയായിട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു കൊള്ളണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തിരുവചനം ഹല്ലേലൂയ അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ ആരെങ്കിലും
പങ്കെടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ ബൈബിൾ ക്ലാസ് സന്തോഷമായെങ്കിൽ ആമേൻ ഒരു ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുകയും കമന്റുകൾ ഇടുവാൻ മറക്കുകയും ചെയ്യാതെ വണ്ണം ഹല്ലേലൂയ ആത്മീയതയിൽ ഒരുമിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ഓൾ.